കാരണം ഒരു പ്രശ്നമില്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ്. ജൂലൈ 20 വരെയൊക്കെ പെർ ഡേ നമുക്കൊരു 100 മണിക്കൂറുകളെ അതിനിപ്പോ 150 അതിനുള്ള മണിക്കൂർ 200 അതിനുള്ള കാരണം ഞാൻ പറഞ്ഞായിരുന്നു. നീ ആ ഞാൻ ലൈവ് പറയാം കൊണ്ട് അതിന്റെ കൂടെ ആ ഷോട്ട് ഇട്ടിട്ട് പോയാൽ മതിയായിരുന്നു. 200 നീ ആ ഷോട്ട് ഇടാൻ കാര്യം 200 എന്തായിരുന്നു? മണിക്കൂർ മേൽ വന്ന ഒരു എനിക്കെങ്കിലും എത്ര വാച്ച് ഷോട്ട് കിട്ടുന്ന പെൻഡിങ് സമയം കിടക്കുന്നു? ഉണ്ടായിരുന്നു. ഷോട്ട് എത്ര പെൻഡിങ് കിടപ്പുണ്ട്? ഷോർട്സിന്റെ ആ കാര്യം വഴിയിലേക്ക് പറഞ്ഞില്ല. പോയാൽ മതിയായിരുന്നല്ലോ. അതുകൊണ്ടാണ് നീ പറഞ്ഞത്. അങ്ങനല്ല. ഷോർട്സ് നമ്മൾ ചെയ്തുകൊണ്ട സമയത്ത് നമ്മൾ ലൈവ് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാലും വ്യൂസ് ഷോർട്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇടയ്ക്ക് നിർത്തിയിട്ടും നമുക്ക് ലൈവിന്റെ വ്യൂസ് ആ സമയത്ത് കുറഞ്ഞിട്ടൊന്നുമില്ല. അത് ശേഷം കുറഞ്ഞു നല്ലോണം കുറഞ്ഞു. നമ്മുടെ ആ ചാനലിനകത്ത് തന്നെ ഇപ്പൊ ഉച്ചയ്ക്ക് കാണുന്നവരാണെങ്കിൽ ലൈവ് അതിനകത്ത് കൊടുക്കും. അപ്പൊ കുറച്ച് കണക്കിന് അപ്പൊ കാണുന്നവര് ആ ലൈവിനകത്ത് കയറും. അതാണ് വീക്ക്. ഷോർട്ട് ഇട്ടാലേ പഴയ കൂടത്തുള്ളൂ. വ്യൂ കയറുന്നില്ല ഇപ്പൊ. കൂട്ടുകാരനാക്കി അതാണ് തെറ്റ് നഷ്ടപ്പെട്ടു. അല്ല അതാണ് ഷോർട്ട് കുറച്ചിട്ട് ആ ഒരു കാരണം ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന ഷോർട്ട് താഴെ ലൈവ് പോവുകയാണെങ്കിൽ അതിന് കാണും നമ്മൾ പെട്ടെന്ന് കയറി കാണും. ഒരു സമയത്ത് അതായത് 3 മില്യൺ നമ്മുടെ ഷോർട്സ് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് പറയുമല്ലോ ചെയ്യുന്നില്ലേ എനിക്ക് സമയമില്ല അന്ന് കുറ്റപ്പെട്ട ടീമാണ് ഇവർ. സമയമുള്ളപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സമയമില്ലാതെ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നീ നിന്റേതായ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ നമ്മളെ ജോലി ഉണ്ടാകുന്ന സമയത്ത് അതാണ് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് എന്തെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴായോ നിങ്ങൾ എത്ര ദിവസം കൊണ്ട് എന്നെ ഒറ്റയ്ക്ക് ലൈവ് ചെയ്യിക്കും? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ചെയ്യുന്നില്ലേ? അതെ, മീശയുടെ ആസ്തി വിറ്റ് നമുക്ക് മിക്കവാറും ചാനലിലൂടെ സംഭാവനയായിട്ട് ലഭിക്കാം. ഡിസംബറോടെ അഭിപ്രായകരാണ് ആസ്തി വിറ്റ് ഇവന്റെ ആസ്തി വിൽക്കുന്ന ചാനൽ ഇവന്റെ ആസ്തിയിലെ ഇവന്റെ ആസ്തിയുടെ 10 വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നാളെ നിർത്തുകയും ചാനലിന്റെ വേണ്ട വെക്കും നമ്മൾ. അതുകൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ. പക്ഷെ വിൽക്കണ്ടേ? ഇന്നലെ നമുക്ക് വ്യൂസ് നോക്കുമ്പോ വാട്ടറാണ്. പക്ഷെ എന്താ പറയാ, നമുക്ക് ഒരു ലൈവ് തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെയൊക്കെ 100 അടുപ്പിച്ചൊക്കെ 100 വന്നിട്ടില്ലെങ്കിലും 100 അടുപ്പിച്ചൊക്കെ ഏത് ഓൾമോസ്റ്റ് ലൈവ് തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. 50 മുകളിലോട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. പക്ഷെ ഇപ്പൊ 20 മുകളിൽ കയറാനേ പറ്റുന്നില്ല. 20 മുകളിലോട്ട് വ്യൂസ് കയറാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് താഴേക്ക് പോയി. കുറവാണ്. ഒരുപാട് പേർക്ക് ഞാനിപ്പോ പലരുടെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്, കുറവാണ്. ബട്ട് എന്താ പറയാ, നമ്മുടെ ആ 25-ാം തീയതി എന്ന രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് നമ്മളിപ്പം ഒരുപാട് അധികം താഴെ പോയി. അതായത് പെർ ഡേ ഒരു 150 മണിക്കൂറിന് മുകളിൽ വേണം ഇനി ആ ടാർഗറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഞാനപ്പോ അത് പ്രകാരമാണ് ഇന്നലെ ഞാൻ ലൈവിൽ നിങ്ങളോടെല്ലാം അപേക്ഷിച്ചത്. അതുപോലെ നമ്മുടെ ലോങ് വ്യൂസ് കണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം, വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ലൈവിൽ ഇന്നലെ വന്ന് പറയാൻ തന്നെ കാരണം ആ ഒരു കാര്യം കൊണ്ടാണ്. കാരണം ഒരുപാട് ബാക്ക് കാണും. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഈ വീഡിയോ സെക്ഷനിൽ നിന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ആ വീഡിയോസ് മുഴുവൻ ഫുൾ ടൈം കണ്ട് അത് കമന്റ് ചെയ്താൽ മാത്രമേ അത് റീച്ച് ആകത്തുള്ളൂ, അതിന്റെ വാച്ച് ഓവർ കൂടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ലൈവ് വന്നിട്ട് നിങ്ങളടുത്തത് അപേക്ഷിക്കാനുള്ള കാരണം. പക്ഷെ സെറ്റാണ്, ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു 2 or 3 പേര് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് കണ്ടു എന്നാണ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കമന്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നയാൾ കണ്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് കമന്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. സോ അതിൽ ആകപ്പാടെ എനിക്ക് തോന്നുന്നു 2 or 3 പേരാണ് അതിനകത്ത് വാച്ച് ചെയ്തിട്ടുള്ളത്, കമന്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർ മേ ബി കണ്ടു കാണുമായിരിക്കാം. പക്ഷെ കമന്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആൾ കണ്ടു എന്നുള്ളത്. ഇപ്പൊ കുറച്ച് പാവമായിട്ട് വന്നല്ലേ, എല്ലാവരും ഉണ്ടായിപ്പാണ്. അല്ലെങ്കിൽ വായിക്കുന്നില്ല. നീ പറയുന്നത് കേട്ടോ കമന്റ് വായിച്ചില്ല. പിന്നെ ഫുഡ് കഴിച്ചോടാ.